നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ വ്യത്യസ്തമായ മതക്കാരാണെങ്കിലും നമ്മളെല്ലാം ഒരമ്മയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ മക്കളാണ്. രാജാതിരാജനായ റബ്ബ് ഞങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്തമായ തറവാട്ടുകാരും ഗോത്രക്കാരുമാക്കി. എന്തിനു വേണ്ടി? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പടച്ച റബ്ബിൻ്റെ അടുത്ത് ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ആള്, സൂക്ഷ്മതയുള്ള ആള്, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ ആരാണോ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് ഞങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ രാജാതിരാജനായ സർവേശ്വരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി തങ്ങൾ അവർക്ക് ഇത് ചെയ്യാനുള്ളൊരു മനസ്സ് അള്ളാഹു കൊടുത്തത് വലിയ അപാരമായ ഒരു അനുഗ്രഹമാണ് നമുക്ക്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് എത്രയോ കോടീശ്വരന്മാരുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. പടുത്ത് ഞാൻ ആളെയൊന്നും പറയണില്ല, വലിയൊരു കോടീശ്വര പ്രഭു, കോടികൾ കൈവശമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട ഒരാള് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെ വന്നുകൊണ്ട് മുടങ്ങി പോവുക. കാരണം കയ്യിലൊന്നും കൊടുക്കാനില്ല. അപ്പോ ഞാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊരാളുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് സമീപിച്ചു നോക്കി. കാരണം വലിയ കോടീശ്വര പ്രഭു അല്ലേ. ആളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് മോശമായിട്ട് വരും. അങ്ങനെ അദ്ദേഹം പലവട്ടം ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല. പിന്നൊരു ദിവസം അദ്ദേഹം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നോക്കിയിട്ട് ചെന്നു. വിവരങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ ചെന്ന ആളിനോട് പറഞ്ഞത് ആ ഭാഷകളൊന്ന് കേൾക്കണം. എന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ മോളെ നീ ഉണ്ടാക്കിയത് എന്നാ ചോദിച്ചത്. എങ്ങനെയുണ്ട്? വിശുദ്ധ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഭൂജാതനായ അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചത്, സിംഹത്തിന്റെ കുതിരന്റെ പുറത്താണെങ്കിലും ശരി ഒരാൾ വന്ന് നിന്നോട് കൈ നീട്ടിയാൽ അവനെ ഒരിക്കലും നീ മടക്കാൻ പാടില്ല. അവൻ നമ്മളോട് ചോദിക്കാൻ വന്നത്, യാചിക്കാൻ വന്നത് ചിലപ്പോൾ കുതിരപ്പുറത്തായിരിക്കും. പക്ഷെ എങ്കിലും അവനെ നീ വെറുതെ മടക്കാൻ പാടില്ല. ഞങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ച ആരെയും മടക്കാൻ പാടില്ല. നിന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് നീ അവനെ തിരിച്ചയക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ഒന്നുമില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ വായോ. നമ്മളിൽപ്പെട്ട പലവരും എന്താ പറയുക, ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ ഇവിടെ നടക്കുന്ന 8 മക്കളുടെ വിവാഹം, ഈ ഇരിക്കുന്ന ഉസ്താദന്മാര്, സയ്യിദന്മാര് രാവും പകലുമില്ലാതെ നമ്മുടെ ഷാഫി തങ്ങളടക്കം ഒരുപാട് അധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് ഇന്ന് ഈ ഇറക്കി കൊടുക്കുന്ന മക്കൾക്ക് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെ പരിശ്രമിച്ചതും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെ ബേക്കിൽ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ചീത്തകളെല്ലാം കേട്ടവരാണ് ഇതിൻ്റെ സംഘാടകർ. ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ ഷാഫി തങ്ങൾ അവറുകള് ബഹുമാനപ്പെട്ടവരിനോട് പറഞ്ഞു, ഉസ്താദ് ഇപ്പോൾ ഭയങ്കര കടത്തിലാണ്, 2-3 ലക്ഷം റുപ്യയിലും അധികം ബഹുമാനപ്പെട്ടവർ കടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തങ്ങളെ ഈ കടം വെച്ചിട്ടിങ്ങനെ. അപ്പൊ ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, പാവപ്പെട്ട മക്കള് അവർക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയാണ് അവന്റെ അച്ഛനമ്മയും അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും ഒക്കെ വന്നിട്ട് വേണ്ടപ്പെട്ടവര് നമ്മളെടുക്കൽ വന്നുകൊണ്ട് കരഞ്ഞ് പറയുന്നു, തങ്ങളെ എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം, ഞങ്ങളെ കൈവടിയരുത്. ഞങ്ങൾ പല സ്ഥലത്തും ചെന്നു, അവരെല്ലാം ഞങ്ങളെ കൈവടിഞ്ഞു. നിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പടച്ച റബ്ബിനെ ദൈവത്തിനെ കഴിച്ചാൽ നിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കൊരു അത്താണിയുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളുടെ ആ കൃപ കൊണ്ട്, ബഹുമാനപ്പെട്ടവന്റെ ആ ദയ കൊണ്ടിട്ട് അവനൊക്കെ ഏറ്റെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ വിവാഹങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഈ ലോകത്തിലും പരലോകത്തും നിലനിൽക്കുന്ന ബന്ധമാക്കി മാറ്റട്ടെ. ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയവരെ സ്നേഹിക്കുക, വലിയവരെ ബഹുമാനിക്കുക, അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്.
മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ചെറിയവരെ സ്നേഹിക്കാത്തവൻ, വലിയവരെ ബഹുമാനിക്കാതെ ഇരിക്കുന്നവൻ ആരാണോ അവൻ എന്നിൽ പെട്ടവനെയല്ല, അവൻ ഒരിക്കലും എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. ഇന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കലും ബഹുമാനിക്കലും വളരെ വിരളമാണ്. നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ, ഇന്ന് പല മക്കളെയും കാണുമ്പോൾ നമുക്ക് സങ്കടം വന്നു പോവുകയാണ്. കാരണന്മാര്, ഗുരുനാഥന്മാര്, വേണ്ടപ്പെട്ടവർ വരുമ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് അത് ധരിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. മോനെ നീ നീച്ചു നിൽക്ക്, അത് വേണ്ടപ്പെട്ട ആളുകളാണ്, നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആളുകളാണെന്ന്. അതൊക്കെ എല്ലാം എടുത്തുപോയി സഹോദരന്മാരെ. നമ്മൾ ആ ബഹുമാനം മാധുര്യം നമ്മൾ നിലനിൽക്കണം. അതുപോലെ തന്നെ സൗഹാർദ്ദം, സന്തോഷം, സമാധാനം. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമ്മൾ ഒന്നാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനൊന്ന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനൊന്ന്. നമ്മൾ വ്യത്യസ്തമായ വിശ്വാസക്കാരാണെങ്കിലും വ്യത്യസ്തമായ പേരുകളാണ് നമുക്കെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെ മുസ്ലിം സമുദായമാണെങ്കിൽ നമ്മൾ ഉമ്മ ഉപ്പ എന്ന് വിളിക്കും. ഇതര സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അച്ഛ അമ്മ, അങ്ങനെ പല രൂപത്തിൽ വിളിക്കും. പക്ഷേ ഈ ഭൂമുഖത്തേക്ക് വരുന്ന എല്ലാവരും അമ്മയും ഉമ്മയും പ്രസവിച്ച ആളുകളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നമാണ്. നമ്മുടെ ശരീരങ്ങളിലെല്ലാം ഓടുന്നത്, ഏത് വ്യത്യസ്തമായ ജാതിക്കാരാണെങ്കിലും ബ്ലഡാണ് ഓടുന്നത്. ആ ബ്ലഡിൻ്റെ നിറം ഒരേ നിറമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒത്തൊരുമയിലും യോജിപ്പിലും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും നമ്മൾ കഴിഞ്ഞു പോകണം. നമ്മുടെ ഹൃദയം നന്നാവണം ആദ്യമായി കൊണ്ട്. ഇന്ന് പല നിലക്കുള്ള കച്ചറകളും ഫിത്തനകളും വഴക്കുകളും വക്കാണങ്ങളും ഉടലെടുക്കാനുള്ള കാരണം എന്താ? നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി കുറവാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി, അത് ദുഷിച്ചു കഴിഞ്ഞാൽ എല്ലാം ദുഷിച്ചു. അതാണ് ഹൃദയം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ആത്മീയമായിട്ട് സംസ്കരിച്ചെടുക്കാൻ നാം പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന്റെ ഫലമായി കൊണ്ടാണ്, ആ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രകാശങ്ങളും. ബഹുമാനപ്പെട്ടവരെ, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ ബനാത്ത് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അക്കാദമി ഇന്ന് തറക്കല്ലിടാൻ പോവുകയാണ്, അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട അൽഹാജി, നമ്മുടെ ഷാഫി തങ്ങളുടെ പിതാവായ അൽഹാജി സയ്യിദ് മുഡീസ് തങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ടവരാണ് ഈ കാണുന്ന 3 നില പള്ളി ഇവിടെ കയറ്റിയിട്ടുള്ളത്. കാരണം വഴിപോക്ക് ഒരുപാട് യാത്രക്കാരുണ്ടാവും, അവർക്ക് എല്ലാ വക സൗകര്യങ്ങളും നമ്മുടെ പള്ളിയിൽ ചെയ്തു കൊടുക്കുന്നു. പല സ്ഥലത്തും പോയാൽ ബാത്റൂമൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. ഇനി അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ചില ആരാധനാലയങ്ങളിലേക്കൊന്നും മറ്റുള്ളവരെ കയറ്റില്ല. നമ്മുടെ അൽഹാജി സയ്യിദ് മുഡീസ് തങ്ങൾ ഉണ്ടാക്കിയ ഈ 3 നില പള്ളി, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും വേണ്ടില്ല, ഇവിടെ ഒന്ന് ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നിർവഹിക്കാം. നിങ്ങൾക്ക് ഒരു കാര്യമോ 2 കാര്യമോ, ഒന്ന് ബാത്റൂമിൽ പോകണം, കക്കൂസിൽ പോകണം തോന്നി, അതല്ല നിങ്ങൾക്ക് കുളിക്കണം തോന്നി, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളുടെ പിന്നിൽ നമ്മളെല്ലാവരും അടിയുറച്ച് നിൽക്കണം. നമ്മൾ വേണ്ടുന്ന എല്ലാ സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാ പിന്തുണയും സഹായവും നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കണം. അതിന് നിങ്ങളെല്ലാവരും ഉറച്ച് ഉണ്ടാവണം, എല്ലാവരും സഹായിക്കണം. കൂടുതലായി ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖും കഴിവും ദീർഘായുസ്സും സമ്പത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ആശംസകളും അതുപോലെ തന്നെ സ്നേഹാദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.